ലഗൂൺ ഫിഷ് ഏറ്റവും ഡിമാൻഡുള്ള ഫിഷാണ്. ഇത് നമ്മുടെ സാധാ കറി. ഇത് തേങ്ങാച്ചോറ്, നമ്മുടെ നാട്ടിൽ തേങ്ങാച്ചോറ്, കിങ് ഫിഷ്. ദ്വീപിലെ കിങ് ഫിഷ് മുളകിട്ട കറിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയും തേങ്ങാച്ചോറിൻ്റെ കൂടെ കേട്ടോ. അടിപൊളിയാണിത്. ഇവിടെ ഒരു സൈഡിൽ തേങ്ങാച്ചോറുണ്ട്, പിന്നെ ഇവിടുത്തെ ഫിഷ് ബിരിയാണി ഉണ്ട്. അഗത്തി ജെട്ടി ഭാഗത്തൊരു കുഞ്ഞു കടയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഷിപ്പ് പുറപ്പെടുന്നുണ്ട്. ആ ഷിപ്പിൽ പോകാനുള്ള ആളുകളാണ് ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് തോന്നുന്നു നടക്കുന്നത്. അപ്പോൾ ആ ഷിപ്പ് അപ്പുറം ജെട്ടി ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ പോകാനുള്ള ആളുകളാണ്. ലഞ്ച് കഴിക്കാനായിട്ട് അങ്ങനെ വീണ്ടും നമ്മുടെ കോട്ടേജിലെത്തി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണിയും കഴിച്ച് ബൈക്ക് എടുത്തിട്ട് വീണ്ടും അങ്ങനെ അഗത്തി ദ്വീപ് ചുറ്റിക്കറങ്ങി കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വീട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ട്. മാഷാ അല്ലാ, ദ്വീപ് കല്യാണം. ഇന്നലെ നമ്മളൊരു കല്യാണം കൂടി, അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കല്യാണം കൂടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ചെറുക്കനും കൂട്ടരും വരുമ്പോൾ, പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രാത്രിയിൽ അവർക്ക് കൊടുക്കാനുള്ള എണ്ണ പലഹാരങ്ങളാണ് കേട്ടോ. നല്ല ശർക്കരപ്പാനി ഉരുക്കി എണ്ണയിൽ ഇങ്ങനെ കോരി എടുക്കുന്ന ഒരു ടൈപ്പ് മുറുക്കാണ്. ഭയങ്കര ക്രിസ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അടിപൊളി. അൻഡാൻ ബീച്ചൊക്കെ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, രണ്ട് സൈഡിലും നിറയെ തെങ്ങുകളും രണ്ട് സൈഡും ബീച്ചൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അക്കീമുക്കാനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം അങ്ങനെ കയ്യിൽ കിട്ടി. അപ്പോൾ ഞങ്ങൾ 2 വീലർ എടുത്ത് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് മൂപ്പര് തിരിച്ചു പോകട്ടോ. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ബോട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അഗത്തി ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന കൽപ്പെട്ടി ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഗ്ലാസ് ബോട്ടൊക്കെ അടിപൊളി എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരു കപ്പിൾസും ഒരു സോളോ ട്രാവലറും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഗൈഡും ഉണ്ട്. അഗത്തി ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞു ദ്വീപാണ്. ആൾ സഞ്ചാരമില്ലാത്ത, ആളൊഴിഞ്ഞ് വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഇതുപോലത്തെ കാഴ്ചകളും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബേഡ്സുകളൊക്കെ ഇവിടെ കാണുന്നതാണ് പറയപ്പെടുന്നത്. ഒരു ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്ന ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം കൂടെ ഇവിടെ ഉണ്ട്. ഒരു ഗുഹയാണ്. ഇതാണ് ബീക്കുഞ്ഞിപ്പാറ കേട്ടോ. ഇതിൽ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ദ്വീപുകാർ പറയുന്നുണ്ട്. നല്ല വെളുത്ത നിറമുള്ള മണലും പിന്നെ നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള നല്ല കാഴ്ചകൾ ഇവിടെ കാണാം. നല്ല ഫോട്ടോ സീനിയറാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കൽപ്പെട്ടി ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ട് ചെറുതായിട്ട് മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിനി തിരിച്ച് അഗത്തിയിൽ നമ്മുടെ കോട്ടേജിന് അങ്ങോട്ട് എത്തണം. അപ്പോൾ നമ്മൾ തിരിച്ചത് വീണ്ടും അങ്ങനെ ഗ്ലാസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ അന്താൻ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഭയങ്കര അടിപൊളിയാണ്. നോക്കിയ ബീച്ചിൻ്റെ ആ കളർ നോക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വൈകുന്നേരത്തോടു കൂടി കോട്ടേജിലെത്തി. ഇന്ന് നമുക്ക് അടിപൊളി ഡിന്നറാണിത്. കിലാഞ്ചി, ലക്ഷദ്വീപിലെ മെയിൻ പലഹാരമാണ്. കിലാഞ്ചി ഉണ്ട്, തേങ്ങാച്ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെ പിക്കിളുണ്ട്, പിന്നെ അടിപൊളി കിങ് ഫിഷ് മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ കിലാഞ്ചി ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഞാൻ വീണ്ടും രാവിലെ ലഗൂൺ ബീച്ചിലേക്ക് വന്നതാണ്. ലഗൂൺ ബീച്ച് അടിപൊളിയാണ്. ഇവിടെ വൈകുന്നേരത്താണ് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുക. വെൽക്കം ടു ലഗൂൺ ബീച്ച്. ഇപ്പം പനി കാരണം നല്ല ജലദോഷവും ചുമയുണ്ട്. അപ്പം ഞാൻ രാവിലെ പോയിട്ട് ഇവിടെ അഗത്തി പോയിട്ട് ഡോക്ടറെ കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു ഹെൽത്ത് സെൻറ്റർ, ഒരു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അവിടെ പോയി ഇന്നലെ ഡോക്ടറെ കാണിച്ചു, മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ റൂമിലിരുന്ന് ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഞാനിങ്ങനെ ലഗൂൺ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മോർണിംഗിൽ ഇറങ്ങിയതാണ് ബൈക്ക് കൊടുത്തുകൊണ്ട്. ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. വൈകുന്നേരത്താണ് ഈ ബീച്ച് ആക്റ്റീവ് ആവുക. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ലഗൂൺ ബീച്ചിലാണുള്ളത് കേട്ടോ. വെൽക്കം ടു ലഗൂൺ ബീച്ച്. അഗത്തിയിലെ വളരെ നല്ലൊരു വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, വൈകുന്നേരത്തുള്ള കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ, റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ബീച്ചാണ്. ഇപ്പോൾ ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ആകെ 3-4 പേരേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഒഴിഞ്ഞ് കിടക്കുവാണ്. ഇവിടെ നല്ല ഫ്രെയിമുകളുണ്ട്. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഫ്രെയിമുകളൊക്കെ ഈ ബീച്ചിൽ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അഗത്തിയിൽ നിന്ന് ഹാർബറിൻ്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളത്. ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് വന്ന്. ഹക്കീമൊക്കെ കുറച്ച് ബിസിയാണ്. അവിടെ ഗസ്റ്റ് വന്നതുകൊണ്ട് മൂപ്പര് ബിസിയായി. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോകണം. ഇപ്പോൾ 11:45 ആയിട്ടുണ്ട്. പള്ളിയിലൊക്കെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ കോട്ടേജിലോട്ട് പോകും. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് നമുക്ക് ഒന്നും കൂടെ ലഗൂൺ ബീച്ചിൽ വൈകുന്നേരത്ത് വരാം. വൈകുന്നേരത്ത് ഇവിടെ നിറയെ ആളുകളൊക്കെ ഉണ്ടാവും, നിറയെ കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ലഗൂൺ ബീച്ച് ഗൈസ്. എന്തായാലും നിങ്ങൾ അഗത്തിയിൽ വരുമ്പോൾ വന്നിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും, അടുത്താണ്. അപ്പോൾ നമ്മളങ്ങനെ ലക്ഷദ്വീപിൻ്റെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. ലക്ഷദ്വീപിൽ വന്നിട്ട് അതിനിടയിൽ പനി പിടിച്ചു, എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചിരിക്കുകയാണ്. മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് നല്ലൊരു സമാധാനം കിട്ടിയിട്ടുണ്ട്. തൊണ്ടവേദനയും പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എനിവേ ഇപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഗൂൺ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യല്ലേ. അപ്പോൾ മരുന്നൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നല്ലപോലെ റിലാക്സ്ഡ് ആയിട്ട്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുകയാണ്. മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കുകയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ ഹെയർ. എങ്ങനെയുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഹെയർ സ്റ്റൈൽ?
കാറ്റത്തിങ്ങനെ പാറി പറന്നിട്ട് ഒരു ഭ്രാന്തൻ ലുക്കായിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു, അവരെ കാണുന്നില്ലല്ലോ, അവർ അങ്ങോട്ട് പോയി. ഇതേ അവിടെ നിൽക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഇവിടെ കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഇതിന് ചോട്ടിലിങ്ങനെ വന്നിരിക്കാം. സിറ്റിംഗ് ഒക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് കാറ്റ് കൊണ്ട് ഇങ്ങനെ ആ ബീച്ചൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. റിലാക്സ്ഡ് ആയിട്ട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി ബീച്ച്. ഓക്കെ, എന്ത് രസമാണ് ആ ബീച്ചിൻ്റെ വ്യൂ കാണാൻ, നോക്കിയാൽ അടിപൊളി. ഇതൊക്കെയാണ് ലക്ഷദ്വീപിൽ വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ കേട്ടോ. പിന്നെ ഇവിടെ അഗത്തി എയർപോർട്ടിൻ്റെ അടുത്തൊരു ബീച്ചുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരത്ത് ലഗൂൺ ബീച്ചിൽ ഒന്നും കൂടെ വരാം. ഇവിടെ വൈകുന്നേരത്ത് നിറയെ ആളുകളൊക്കെ ഉണ്ടാവും, നല്ല അടിപൊളിയാണ്. നമുക്ക് വൈകുന്നേരത്ത് ഇങ്ങനെ നല്ല കടകളും കച്ചവടക്കാരൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര രസമാണ്. ഇത് ബീച്ച് കാണുന്നുണ്ട് പുറയിൽ. ഇവിടെ നിറയെ തെങ്ങുകളുണ്ട് കേട്ടോ. എന്തോരം തെങ്ങുകളാണ് നോക്കിയാൽ ലക്ഷദ്വീപിൽ. ഇവിടുത്തെ ഇളനീര് വെള്ളമൊക്കെ ഭയങ്കര മധുരമാണ്, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ നമ്മളെ കോട്ടേജിലത്തെ ഫുഡൊക്കെ നൈസ് ഫുഡായിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കിലാഞ്ചിയൊക്കെ ഹക്കീമൊക്കെ നമുക്ക് റെഡിയാക്കി തന്നു. പിന്നെ തേങ്ങാച്ചോറ് കഴിച്ചു, എന്താ പറയുക, നെയ്ച്ചോറ് കഴിച്ചു, ദ്വീപിലെ കല്യാണം കൂടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത്തവണ ലക്ഷദ്വീപിൽ എത്തിയപ്പോഴത്തേക്കും. ദ്വീപിലെ കല്യാണം, ദ്വീപിലെ പുതിയാപ്പിള, ദ്വീപിലെ കല്യാണ ഫുഡൊക്കെ കഴിച്ചു, അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കുന്ന രീതികളൊക്കെ പഠിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് ഇത്തവണ നമുക്ക് ലക്ഷദ്വീപ് കിട്ടിയിട്ടുണ്ട്. എനിവേ, സോളോ ട്രിപ്പാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷദ്വീപ് യാത്രയിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിൽ ലഗൂണിൽ ഒന്നുകൂടെ വരാം. 12 മണിയായി, ഞാൻ പള്ളിയിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞിപ്പള്ളിയുണ്ട്, നമുക്ക് അവിടെ ജുമാ കൂടിയിട്ട് കോട്ടേജിൽ പോയിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് മരുന്ന് കഴിച്ചിട്ട് തിരിച്ച് ലഗൂൺ ബീച്ചിലേക്ക് മടങ്ങി വരാം. ദ്വീപിലെ മിക്ക വീടുകളുണ്ടാവും കേട്ടോ, ആടും കോഴിയും പശുക്കളൊക്കെ നമുക്ക് മിക്ക വീടുകളിലും കാണാം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പോൾ കണ്ടോ, ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, ഒരു പറ്റം ആടുകളുണ്ട്. ഇങ്ങനെ ദ്വീപിലെ പല വീടുകളിലും ചെന്നതിനാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ജെട്ടി ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ അടിപൊളിയായിട്ട് ഫിഷിങ് നടക്കുന്നത്, ഒരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട്. കുറേ പേര്, ഇവരൊക്കെ പ്രൊഫഷണൽ ഫിഷിങ്ങിൻ്റെ ആൾക്കാരാണ്. കുറേ ലോക്കൽസും ഉണ്ട്, കുറേ ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. ഇവരൊക്കെ ടൂറിസ്റ്റുകളാണ്, പുറത്തുനിന്ന് ഇവിടെ വന്ന ടൂറിസ്റ്റുകളാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചൂണ്ട ഇടുന്നുണ്ട്, കാരണം ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ഇവിടെ ബോട്ടിങ്ങും ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇത് മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണ്. അങ്ങനെ തിരിച്ച് വീണ്ടും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കല്യാണ വീടില്ലേ, അവിടെ തന്നെ വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിത് വീണ്ടും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ അന്താൻ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അഗത്തിയിലെ മെയിൻ ബീച്ചുകളിൽ ഒന്നാണ് കേട്ടോ. ലഗൂൺ ബീച്ച് പോലെ തന്നെ അടിപൊളി ബീച്ചാണ് അന്താൻ ബീച്ച്. ഇവിടെ വൈകുന്നേരം വന്നതിനാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കണ്ട നിങ്ങൾ, വെള്ള മണൽ വിരിച്ച തീരവും കണ്ണാടി പോലെ ഇങ്ങനെ തെളിഞ്ഞ നീലക്കടലും തീരത്തെ തലോടി എത്തുന്ന തിരമാലകളൊക്കെ ചേർന്ന് അന്താൻ ബീച്ചിനെ അതിസുന്ദരമാക്കുന്ന കാഴ്ച കാണാൻ നിങ്ങൾക്ക് ഈവനിങ്ങിന് വന്ന് അടിപൊളി സൺസെറ്റൊക്കെ കാണാം. ഭയങ്കര റിലാക്സ്ഡ് ആണ് കേട്ടോ ഈ ബീച്ചിൽ വന്ന്. ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും അതുപോലെ കയാക്കിങ്, സ്കൂബ ഡൈവിങ്, ഗ്ലാസ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് അന്താൻ ബീച്ച്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്, പ്രീമിയം, ലക്ഷറി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടുകളുണ്ട്. ഇതൊക്കെ റിസോർട്ടുകളാണ്. 15,000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള റിസോർട്ടുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആട്ടോ. അടിപൊളി വ്യൂ ആണ്, രണ്ട് സൈഡും ബീച്ചാണ്. ലക്ഷറി പ്രീമിയം റിസോർട്ടുകളൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് അഗത്തി എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒരു 100-200 മീറ്റർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്താൻ ബീച്ചിനോട് ചേർന്നിട്ട് ധാരാളം റിസോർട്ടുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ചുമ്മാ കയറി ഇവിടുത്തെ റേറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർ കപ്പിളിന് പെർ നൈറ്റിൽ ഓൾ ഇൻക്ലൂഷൻ ആയിട്ട് ഇവർ 25,000, 20,000, 15,000-നൊക്കെയാണ് റിസോർട്ടുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് പാക്കേജ് നോക്കുന്ന ആളുകൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. മക്കളെ കണ്ടോ, സൺസെറ്റ് വ്യൂ കണ്ടില്ലേ നിങ്ങൾ? അന്താൻ ബീച്ചിൻ്റെ ഒരു രക്ഷയില്ല. ഭയങ്കര സൈലൻ്റ് ആയിട്ട്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, ഭയങ്കര അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നൊരു ബീച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് അഗത്തിയിലെ ഈ ഒരു അന്താൻ ബീച്ച്. അന്താൻ ബീച്ചിൽ നിന്ന് ഒരു ചായ കുടിച്ചു, പരിപ്പുവടൊക്കെ കഴിച്ചു, അടിപൊളി എണ്ണക്കടികൾ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ കോട്ടേജിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായി. ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി, ഗീ റൈസ് ഉണ്ട്, പിന്നെ ഇതേ പരിപ്പ് കറി ഉണ്ട്, പയറ് കറി ഉണ്ട്, പിന്നെ അടിപൊളി ഫിഷ് ഫ്രൈയും ഉണ്ട്, ഫിഷ് മസാലയും ഉണ്ട് കേട്ടോ. ഇന്നലെ നല്ല കിലാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതാണ് ഡിന്നറിൻ്റെ മെനു. നല്ല ഹോംലി ഫുഡാണ്, അത് നല്ല ക്വാളിറ്റിയിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഹക്കീമൊക്കെ ഇവിടെ എന്തോ കടലിൽ നിന്ന് പിടിച്ചിട്ട് അതിനെ കാണിച്ചു തരികയാണ്. ഹക്കീമക്ക് ഫുൾ ടൈം ഫ്രീ ആണെങ്കിലും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ദ്വീപിലുള്ള ആളാണ്, നമുക്ക് പാക്കേജൊക്കെ സെറ്റ് ചെയ്ത് തരും. നല്ല അടിപൊളി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്റെ പേരെന്താ? അതൊന്നും ചെയ്യൂല. പേരെന്താ? ദൈവ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ല്. ഇന്ന് സ്കൂളില്ല? അതോ വരുന്നു. ഇല്ല, ഇങ്ങോട്ട് വരില്ല.
പശു ഇങ്ങോട്ട് വരില്ല. ഈ ഭാഗം കണ്ടില്ല, ഇത് നമ്മുടെ കോട്ടേജിൻ്റെ വളരെ അടുത്ത് തന്നെ കേട്ടോ, നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ ബീച്ചൊക്കെ ഭയങ്കര ആക്റ്റീവ് ആകും. ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ദ്വീപിലെ ആളുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യും. കുഞ്ഞു കുട്ടികളൊക്കെ കളിക്കുന്നതും ചിരിക്കുന്നതും അവർ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചയും ഒക്കെ കാണാം. ദ്വീപുകാരൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മളെ കാണുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത് വന്ന് നമ്മളെ പരിചയപ്പെടുന്നു. പിന്നെ ദ്വീപിലെ ഭക്ഷണം, ഫ്രഷ് മീനും ഒക്കെ കഴിച്ചിട്ടുള്ള ആ ഒരു ഭക്ഷണ രീതികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ എത്ര മടുത്താലും എത്ര ദിവസം നിന്നാലും ബോറടിക്കാത്തൊരു സ്ഥലം അത് ദ്വീപ് തന്നെയാണ്. എക്സ്പെഷ്യലി ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആളുകളും ഈ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ. ഞാൻ വന്ന സമയത്ത് രാവിലെയും വൈകുന്നേരത്തും നല്ല മഴയാണ്. ഇപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ജൂലൈ മാസമാണ്. ജൂൺ ഫസ്റ്റ് വീക്ക് അത്യാവശ്യം പകൽ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു. രാവിലെയും വൈകുന്നേരത്തും നല്ല കാറ്റും നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസങ്ങൾ ലക്ഷദ്വീപിൽ ഓഫ് സീസണാണ് എന്ന് പറയുന്നത്. ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ മെയ് വരെയുള്ള മാസങ്ങളാണ് കേട്ടോ. ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയില്ല, അപ്പോൾ PCസിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെർമിറ്റ് വേണ്ട. പക്ഷെ നമ്മൾ ഓൺലൈൻ വഴി നിങ്ങളുടെ ആധാർ കാർഡും ഫോട്ടോയും വെച്ച് നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോലീസ് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയില്ല. ലക്ഷദ്വീപ് യാത്ര പ്ലാൻ ചെയ്യുന്നതിൻ്റെ 2 മാസം മുൻപൊക്കെ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീപ്പ് റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും കേട്ടോ. ഷിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾ ചെക്ക് ചെയ്തതിനാൽ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ അറിയാം. അതുവഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ ഒരു ടീം കോർഡിനേറ്ററോ അല്ലെങ്കിൽ ഒരു ടൂർ കോർഡിനേറ്ററോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ദ്വീപ് കണ്ടുവരാവുന്നതാണ് കേട്ടോ. ലക്ഷദ്വീപിലെ ഓരോ ദ്വീപിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അഗത്തി, ബംഗാരം, കടമത്ത്, കവരത്തി, മിനിക്കോയ്, കൽപ്പേനി തുടങ്ങിയ വിനോദസഞ്ചാരത്തിന് അനുമതിയുള്ള ദ്വീപുകളിലേക്കാണ് സാധാരണയായിട്ട് പ്രവേശനം ലഭിക്കുന്നത് കേട്ടോ. മറ്റു ചില ദ്വീപുകളിൽ പ്രവേശനത്തിന് പ്രത്യേക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 രാത്രിയും 4 പകലും അടങ്ങുന്ന ഒരു പാക്കേജ് എടുത്ത് വരുന്ന ആളുകൾക്ക് ലക്ഷദ്വീപ് വളരെ ഫ്രീ ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം കേട്ടോ. അങ്ങനെ തിരിച്ച് കോട്ടേജിലെത്തി. അപ്പോൾ ഇന്നത്തേക്കുള്ള ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇവർ ഹൈദരാബാദിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു ഫാമിലി ടീമാണ്. ഒരു 6-7 പേര് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സാണ്. അപ്പോൾ ഇവിടെ ലക്ഷദ്വീപിൽ നമ്മൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരിക ദ്വീപിലെ ഇളനീരാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഗ്രൂപ്പിനെ അവർ വെൽക്കം ചെയ്യാണ് കേട്ടോ. പിന്നെ ബീച്ച് നേരെ മുന്നിലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീച്ചിൽ പോയി ഇറങ്ങാൻ, കയാക്ക് ചെയ്യാം. അടിപൊളിയാണ്. നല്ല കാറ്റും ഉണ്ട്. ഇപ്പോൾ ജൂൺ മാസം ആയതുകൊണ്ട് പകലൊക്കെ ചെറിയ ചൂടാണെങ്കിലും നല്ല വൈകുന്നേരത്തും രാവിലെയൊക്കെ നല്ല കാറ്റായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ലക്ഷദ്വീപിൻ്റെ അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക.